ഇന്ന് നമുക്ക് ദോശയും ചമ്മന്തി ഉണ്ടാക്കാം. ആദ്യം തന്നെ ചമ്മന്തിക്ക് വേണ്ട തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, ചുവന്നുള്ളി ഞാൻ രണ്ടായിട്ട് വെച്ചേക്കുന്നു. ഒന്ന് കടുക് വറക്കാനും ഒന്ന് അരയ്ക്കാനും വേണ്ടിയിട്ടാണ് തേങ്ങയുടെ കൂടിട്ട്. അങ്ങനെ നമ്മൾ അവ അരച്ച് നല്ല ചന്ദനം പോലെ അരയണം. അങ്ങനെ അരച്ച് അരച്ചെടുത്തതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇവരെല്ലാം കൂടെ ഒന്ന് ചാലിച്ചിങ്ങെടുക്കും. എന്നിട്ട് അതൊരു ബൗളിലേക്ക് നമ്മൾ വെച്ചു. അതിന് ശേഷം കടുക് വറക്കാനുള്ള സാധനങ്ങളാണ് സൈഡിൽ സെറ്റാക്കി വെച്ചേക്കുന്നത്. വറ്റൽമുളക്, ചുവന്നുള്ളി, കറിവേപ്പില. ഇനി നമുക്ക് കടുക് വറക്കാം. ആദ്യം തന്നെ എണ്ണ ചൂടാക്കി അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ചുവന്നുള്ളി ഇട്ടു. അതെന്നിട്ട് മൂത്ത് വരണം. ചുവന്നുള്ളി നന്നായിട്ടൊന്ന് മൂക്കണം. നന്നായിട്ട് ചുവന്നുള്ളി മൂക്കുമ്പോഴത്തേക്കിന് അതിലേക്ക് വറ്റൽമുളക് ഇടും. വറ്റൽമുളക് ഇട്ട് ഒരു ചെറിയ മൂപ്പ് മതി. വറ്റൽമുളക് കുറച്ച് ഏറെ മൂപ്പിച്ചാൽ അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയൊരു മൂപ്പാകുമ്പോഴത്തേക്കിന് നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ, ഒരു 2 തണ്ട് കറിവേപ്പില മുഴുവനായിട്ട് എടുത്ത് അങ്ങോട്ടിട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പം ഈ വെള്ള നനവൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇത് നല്ല പച്ച കറിവേപ്പിലയാണല്ലോ, ചെറുതായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊട്ടിത്തെറിക്കും. അങ്ങനെ ഇത് എല്ലാം ഒന്ന് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കിന് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സിയിലേക്ക് എടുത്ത് അങ്ങ് ഒഴിക്കണം. ഒഴിച്ചിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കുറച്ച് നേരം സെറ്റാവാൻ വേണ്ടി കുറച്ച് നേരം നമ്മൾ ഒരു അടപ്പെടുത്ത് അടച്ചിട്ട് കുറച്ച് നേരം മാറ്റി അങ്ങോട്ട് വെക്കണം. അപ്പോഴത്തേക്ക് ഇവന്മാർ റെഡി ആയിക്കോളും. ഇനി നമുക്ക് ദോശ ചുടാം. എനിക്ക് നല്ല മൊരിഞ്ഞ ദോശ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ദോശ തിരിച്ചിട്ടിട്ട് ഒന്ന് തേക്കും. അപ്പോൾ ഒന്നുകൂടെ കല്ലിൽ അങ്ങോട്ട് പറ്റി പിടിച്ച് ഒന്നും കൂടെ മൂക്കും. അങ്ങനെ നല്ല മൊരിഞ്ഞ ദോശ, കട്ടി കുറഞ്ഞ നല്ല മൊരിഞ്ഞ ദോശ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തിയും കുട്ടിയവനെ അങ്ങ് അകത്താക്കാം. നല്ല ചമ്മന്തി കേട്ടോ, എല്ലാവരും ഒന്ന് നോക്കണം.